റഷ്യ വല്ലാതെ ക്ഷീണിക്കുന്നു എന്നൊക്കെയാണ് പൊതുവെ ആളുകളുടെ ധാരണ. ഉക്രൈൻ കയറി അടിക്കുന്നു. ഇന്നലെയാണെങ്കിൽ റഷ്യയുടെ 2 ആയുധ സംഭരണശാല ഉക്രൈൻ തകർത്തു എന്നുള്ള വാർത്തയൊക്കെ വരുന്നു. പക്ഷേ ഈ റഷ്യ വല്ലാതെ മുന്നോട്ട് പോകുന്ന വാർത്തകളുമുണ്ട്. അതുണ്ട്. ഇപ്പോൾ പറക്കുന്ന ഒരു ന്യൂക്ലിയർ റിയാക്ടറിനെ കുറിച്ച്. മിസൈലാണത്. മിസൈലാണ്, പക്ഷേ ന്യൂക്ലിയർ പവർ കൊണ്ടല്ലേ പവർ അങ്ങനെ കേൾക്കുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞേ. പറക്കും ചെർണോബിൽ അവരുടെ വലിയ ആണവ നിലയമായിരുന്നു, തകർന്നു. അത് പൊട്ടി വലിയ വികിരണമൊക്കെ ആ ഒരു പ്രദേശം മുഴുവൻ ബാധിച്ചു. അതിന്റെ വലിയൊരു ഡോക്യുമെന്ററി ഭീകരമായത് ഞാൻ കണ്ട. പ്രദേശം മുഴുവൻ ഉപേക്ഷിച്ചു പോയി. അപ്പോൾ ഇതിൻ്റെ പേര് പറക്കും ചെർണോബിൽ എന്നാണ്. ഇത് റെഡിയായി കഴിഞ്ഞോ എന്നൊരു സംശയമുണ്ട്. ഇത് കുറച്ച് വർഷങ്ങളായി അവർ പരീക്ഷണം നടത്തുന്ന ഒരു സംഗതിയായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉപഗ്രഹ ചിത്രം വന്നിട്ടുണ്ട്. ഉപഗ്രഹ ചിത്രത്തിൽ മിസൈലല്ല ഉള്ളത്, വളരെ ദുരൂഹമായ ഒരു തുരങ്കം ആണ്. ആ തുരങ്കത്തിൻ്റെ അകത്താണ് ഈ മിസൈലിൻ്റെ പണി നടക്കുന്നത് എന്നുള്ളൊരു സംശയമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ബ്യൂറെ വെസ്നിക് എന്നാണ് മിസൈലിൻ്റെ പേര്. ബ്യൂറെ വെസ്നിക്. ആ മിസൈല് ആണവോർജം വഴി പ്രവർത്തിക്കുന്നു. അതായത് പറക്കുന്നത് ആണവോർജം കൊണ്ടാണ്. ന്യൂക്ലിയർ റിയാക്ടർ. അങ്ങനത്തെ മിസൈൽ കേട്ടിട്ടില്ല അല്ലേ? ഇല്ല, ആരും വികസിപ്പിച്ചിട്ട്. ഇപ്പൊ നമ്മൾ ഇന്ത്യ ഇപ്പൊ അരിഹന്ത് എന്ന് പറഞ്ഞ ആണവ അന്തർവാഹിനി ഉണ്ടാക്കി. പക്ഷെ ആണവ മിസൈലില്ല. ആണവ മിസൈൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ളത് ന്യൂക്ലിയർ വാർഹെഡ്സ് ഉള്ള മിസൈലിനെയാണ് ആണവ മിസൈൽ എന്ന് പറയുന്നത്. ഇത് പറക്കുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് ചെറിയ റിയാക്ടറിന്റെ പവർ കൊണ്ടാണ് പറക്കാനുള്ള എനർജി മറ്റു ഇന്ധനമല്ല, ആണവ ഇന്ധനമാണ്. അതെ, ആണവ ഇന്ധനമാണ് എന്ന് മാത്രമല്ല ഇതിനൊരു ആണവ വാർഹെഡാണ് ഉണ്ടാവുക. കാരണം ഇത് എവിടെയാണോ ചെന്ന് പറ്റി അവിടെ അണുബോംബാണ് പൊട്ടുക. അവിടെ ആണവ വികിരണത്തിലെ ആ സ്ഥലം. അതുകൊണ്ടാണ് പറക്കും ചെർണോബിൾ. അത് തന്നെ. അപ്പോൾ ഒരു ആണവ ബോംബ് മുകളിൽ നിന്ന് കൊണ്ടുവരുന്നതിന് പകരം ഇത് ക്രൂസ് മിസൈലാണിത്. കപ്പലിൽ നിന്ന് ഉള്ളതാണ് ക്രൂസ് മിസൈൽ. അപ്പോൾ അത് റെഡിയായി കഴിഞ്ഞോ എന്നുള്ളൊരു സംശയം. കാരണം എന്താണെന്ന് വെച്ചാൽ നൊവായ സെംലിയ എന്ന് പറഞ്ഞ ആണവ പരീക്ഷണ മേഖല റഷ്യയുടെ, ആ ആണവ പരീക്ഷണ മേഖലയിൽ നിന്നുള്ള ഉപഗ്രഹ ചിത്രത്തിലാണ് ഈ മിസ്റ്റീരിയസ് ടണൽ കണ്ടിരിക്കുന്നത്. കണ്ടെടുത്തത് ഈ ഉപഗ്രഹ ചിത്രത്തിൽ ഇത് കണ്ടത് ടോക്കിയോ സർവകലാശാലയിൽ ദ റിസർച്ച് സെൻറ്റർ ഫോർ അഡ്വാൻസ്ഡ് സയൻസ് ആൻഡ് ടെക്നോളജി, അവരുടെ ഓപ്പൺ ലാബ് ഫോർ എമർജൻസ് സ്റ്റഡീസ്. അവരാണ് സെപ്റ്റംബർ 18 ഉപഗ്രഹ ചിത്രത്തിൽ കണ്ടത്. റോൾസ് എന്നാണ് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര്. ഈ ഷോർട്ട് ഫോം എല്ലാം എടുത്താൽ റോൾസ് എന്ന് കിട്ടും. നൊവായ സെംലിയ എന്ന് പറഞ്ഞ ആണവ പരീക്ഷണങ്ങൾ നടക്കുന്ന സ്ഥലത്ത് വല്ലാത്ത പണികളൊക്കെ നടക്കുന്നതായിട്ട് പലതരം ഉപഗ്രഹ ചിത്രങ്ങൾ പല 2-3 വർഷത്തെ കമ്പയർ ചെയ്യുമ്പോഴും കാണുന്നുണ്ട്. ഈ കഴിഞ്ഞ വേനലിൽ ഈ ആണവ പരീക്ഷണ തുരങ്കത്തിൻ്റെ ആ ഭാഗത്ത് മണ്ണ് മാറ്റിയതായിട്ട് ഉപഗ്രഹ ചിത്രങ്ങളിൽ കാണുന്നുണ്ട്. 2023 മിഖെയിൽ കോവാലോചുങ്ക് എന്ന് പറഞ്ഞൊരു ശാസ്ത്രജ്ഞൻ, അയാൾ കുർച്ചറ്റോ ഇൻസ്റ്റിറ്റ്യൂട്ട് അതിൻ്റെ പ്രസിഡൻ്റാണ്. ഈ ശാസ്ത്രജ്ഞൻ പുട്ടിൻ്റെ ഉപദേഷ്ടാവാണ്, പുട്ടിൻ്റെ കാഷ്യറാണെന്നും പറയുന്നുണ്ട് ഇയാൾ. ഈ ശാസ്ത്രജ്ഞൻ ഇയാൾ സൂചനകൾ പറഞ്ഞിരുന്നു വീണ്ടും ആണവ പരീക്ഷണം. ഈ ആണവ പരീക്ഷണങ്ങൾ ഈ ആയുധങ്ങൾക്ക് വേണ്ടി നടത്താൻ പാടില്ല എന്ന് ആഗോള കരാറുണ്ട്. 1990 കരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് പുറത്തുവിടാൻ പറ്റില്ലല്ലോ. പക്ഷെ ആണവ പരീക്ഷണം വീണ്ടും ഞങ്ങൾ നടത്തുന്നു എന്നുള്ള സൂചന അയാൾ നടത്തിയിരുന്നു. അയാൾ അവിടുത്തെ തന്നെ സർക്കാരിൻ്റെ റിയ നൊവോസ്റ്റി എന്ന് പറഞ്ഞ ന്യൂസ് ഏജൻസിയോടാണ് സംസാരിച്ചിരുന്നത്. അയാൾ പറഞ്ഞൊരു വാചകം, ഒരു തവണ കൂടി ആണവ പരീക്ഷണം നമ്മൾ നടത്തിക്കഴിഞ്ഞാൽ പടിഞ്ഞാറൻ രാജ്യങ്ങൾ നമ്മുടെ വരുതിക്ക് വരും എന്നാണ് പറഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞപ്പോൾ അയാളുടെ സൂചന ഈ മിസൈലല്ലേ എന്നുള്ളൊരു സംശയവും ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം പടിഞ്ഞാറൻ രാജ്യങ്ങൾക്കില്ലാത്ത ഒരു അഡ്വാൻസ്ഡ് എക്യുപ്മെന്റ് നമ്മുടെ ഉണ്ടെങ്കിൽ
നമ്മുടെ തോൽപ്പിടിക്ക് നിൽക്കത്തുള്ളൂ. അതെ, ഇത് ഉണ്ട് എന്ന് പറഞ്ഞാലും മതി. അതെ, അതായത് നിങ്ങൾക്കുള്ള പോലെ അണുബോംബ് ഞങ്ങൾക്ക് ഉണ്ടെന്ന് പറഞ്ഞ കാര്യമൊന്നുമില്ല. അതിനേക്കാളും അപ്ഗ്രേഡ് ആയിട്ടുള്ള ഒരു സാധനം നമുക്കുണ്ടെന്ന് പറയണം. കാരണം ബോംബ് ഇടാനായിട്ട് അവിടം വരെ ഈ വിമാനം ചെല്ലണമല്ലോ, ബോംബർ. അതെ, ഇത് മിസൈൽ ഇവിടുന്ന് അയച്ചാൽ മതിയല്ലോ. അതെ, ഒരു ക്രൂസ് മിസൈലാണ്. കപ്പലിൽ നിന്ന് എവിടെയോ നങ്കൂരമിട്ടിട്ട് എവിടെയാണ് ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അമേരിക്കയിലേക്ക് ചെല്ലാം, യുക്രൈനിലേക്ക് വേണ്ട. അതാണ് 2023 സെപ്റ്റംബറിൽ നോർവേയിലെ പത്രം അഫ്റ്റൻ പോസ്റ്റൻ അവർ 2021-23 ഉപഗ്രഹ ചിത്രങ്ങൾ 2021-ലെയും 2023-ലെയും ഉപഗ്രഹ ചിത്രങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്തു. ആ പത്രം അപ്പോൾ താരതമ്യം ചെയ്തപ്പോൾ ഈ സ്ഥലത്ത് ആണവ പരീക്ഷണങ്ങൾ നടക്കുന്ന സ്ഥലത്ത് പുതിയ കെട്ടിടങ്ങൾ ഉയരുന്നു. പുതുതായിട്ട് ആണവ പരീക്ഷണം നടത്താൻ പാടില്ലല്ലോ, കരാറ് വെച്ചിട്ട്. പക്ഷെ പുതിയ കെട്ടിടങ്ങൾ വന്നായിട്ട് ആ ഉപഗ്രഹ ചിത്രങ്ങളിലുണ്ട്. ഒരാഴ്ച മുമ്പ് ഒരു ട്രാൻസ്പോർട്ട് ഷിപ്പ് കപ്പൽ അത് ഇതിൻ്റെ അടുത്ത് മതോസ്കിൻ സരി എന്ന് പറഞ്ഞ സ്ഥലത്ത് നങ്കൂരമിട്ടിട്ടുണ്ട്. ഒരു കപ്പൽ സംശയാസ്പദമായിട്ട് ചരക്ക് കപ്പൽ നങ്കൂരമിട്ടിട്ടുണ്ട്. സെപ്റ്റംബർ 11 ഇത് നങ്കൂരമിട്ടിട്ട് അടുത്ത ദിവസം 2 IL-76 ട്രാൻസ്പോർട്ട് പ്ലെയിൻസ് ചരക്ക് വിമാനങ്ങൾ ആണവോർജ കമ്പനി റഷ്യയുടെ റോസാറ്റോം, ആ റൊസാറ്റോമിൽ നിന്ന് ഉള്ള ഈ ട്രാൻസ്പോർട്ട് വിമാനങ്ങളാണ്. അത് ഇതിൻ്റെ അടുത്തുള്ള വിമാനത്താവളത്തിൽ ഇറങ്ങിയതായിട്ടും കാണുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെ ഉപരിതലം ഭൂമിയുടെ മണ്ണൊക്കെ മാറ്റിയതായിട്ടും കാണുന്നുണ്ട്. ഈ പണികൾ നടക്കുന്നതിൻ്റെ ആണ്. തുരങ്കവും കാണുന്നുണ്ട്. അപ്പോൾ അടിയന്തരമായിട്ട് എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നാണ് ഡിഫൻസ് സെക്ടറിൽ ഇപ്പോൾ ഉള്ള സംസാരം നടക്കുന്നുണ്ട്. ജാഗ്രത വേണ്ട സ്ഥലവുമാണ്. അപ്പോൾ ഈ ബ്യൂറെ വെസ്നിക് എന്ന് പറഞ്ഞ ഈ ആണവ മിസൈലിനെ പറ്റി ഇനി നമുക്ക് പറയാം. ലോ ഫ്ലൈയിങ്, താഴ്ന്നു പറക്കുന്നു, ന്യൂക്ലിയർ പവേർഡ്, ന്യൂക്ലിയർ ആംഡ് ക്രൂസ് മിസൈൽ. സാധാരണ റോക്കറ്റ് എൻജിൻ ലാണിത് തൊടുക്കുന്നത്, സാധാരണ റോക്കറ്റ് എൻജിനിൽ. പക്ഷേ പറക്കാൻ തുടങ്ങി കഴിയുമ്പോൾ അതിൽ ന്യൂക്ലിയർ റിയാക്ടർ ചലനാത്മകമാകും. അതെ, പ്രവർത്തിക്കും, സജീവമാകും. വലിയ ദൂരങ്ങൾ താണ്ടാൻ പറ്റും അതിന്. അതുകൊണ്ട് ഒന്നാമത് ആണവ ആയുധമാണ് അതിൻ്റെ അകത്തുള്ളത്, ആണവ റിയാക്ടറുമാണ്. അതുകൊണ്ടാണ് ഇതിനെ പറക്കും ചെർണോബിൾ എന്ന് വിളിക്കുന്നത്. പല പരീക്ഷണങ്ങൾ ഇത് യാഥാർത്ഥ്യമാക്കാനായിട്ട് നടന്നു, പലതും വിജയിച്ചില്ല. 2019 ഇത്രയും കൊല്ലമായിട്ട് നടക്കുക, 2017 മുതൽ 7 കൊല്ലമായിട്ട് നടക്കുന്നുണ്ട് ഇത് യാഥാർത്ഥ്യമാക്കാൻ. 2019 അർക്കം ജൽസ്ക് എന്ന് പറഞ്ഞ സ്ഥലത്തൊരു പരീക്ഷണം നടത്തി. ഇത് പാളിപ്പോയി, പക്ഷെ 5 പേര് കൊല്ലപ്പെട്ടു. പിന്നെ 2017 ഭാഗികമായിട്ട് വിജയിച്ചു എന്ന് പറഞ്ഞാൽ ആകാശത്ത് 2 മിനിറ്റ് ഉണ്ടായിരുന്നു. ഇത് തൊടുത്തു കഴിഞ്ഞപ്പോൾ ആകാശത്ത് 2 മിനിറ്റ്. 1990 മുതൽ ഔദ്യോഗികമായി ആണവ പരീക്ഷണം ഇല്ല. ഇതാണ് റഷ്യയുടെ നിലപാട്. പക്ഷേ 2 സൈറ്റുകൾ അവർക്ക് ആണവ പരീക്ഷണങ്ങൾക്ക് ഉണ്ടായിരുന്നു. സെമി പ്ലാറ്റിങ്ക് എന്ന് പറഞ്ഞ സൈറ്റ് ക്ലോസ് ചെയ്തു. മറ്റേത് ഈ റഷ്യയൊക്കെ സോവിയറ്റ് യൂണിയൻ ഇല്ലാതാവുമ്പോൾ കസാഖ്സ്ഥാനിലായിരുന്നു. അത് കഴിഞ്ഞ് ഉള്ളതാണ് ഇപ്പോൾ ഈ പരീക്ഷണം നടക്കുന്ന നൊവായ സെംലിയ, റഷ്യൻ പ്രതിരോധ വകുപ്പിൻ്റെ സൈറ്റാണത്. 1950കളിലാണ് ആദ്യ പരീക്ഷണം ആണവ സ്ഫോടനമൊക്കെ നടത്തിയത്. 1987 മൊട്ടോസ്കിൻ സരി, ഈ തുരങ്കം, ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന തുരങ്കത്തിൻ്റെ അകത്തൊരു പരീക്ഷണം നടത്തിയത് പാളിപ്പോയിരുന്നു. എന്നിട്ട് ഈ തുരങ്കത്തിന് തുളച്ചിട്ട് ഇത് പുറത്തേക്ക് പോയിട്ട് വികിരണ മേഘങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഈ വികിരണങ്ങൾ കൊണ്ടിട്ട് മേഘങ്ങൾ ഉണ്ടായി. സാധാരണ മേഘങ്ങളല്ല, ഈ മിസൈലിൻ്റെ കുഴപ്പം കാരണം പുറത്തേക്ക് പോയിട്ടും ഇതുണ്ടായി. 1990 അവസാനത്തെ
പരീക്ഷണം എന്നാണ് ഔദ്യോഗിക നിലപാട്. ഇപ്പം പക്ഷെ ഉപഗ്രഹ ചിത്രങ്ങൾ പറയുന്നത് അങ്ങനെയല്ല, ആണവ മിസൈൽ ഈ പറക്കും ചെർണോബിലിൻ്റെ ആണ്. അല്ല, റഷ്യയെ സംബന്ധിച്ച് റഷ്യക്ക് ലോകത്ത് അവരുടെ അപ്രമാദിത്വം തെളിയിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഉക്രൈൻ യുദ്ധം തുടങ്ങിയതിന് ശേഷം കുറേ സെറ്റ് ബാക്സ് റഷ്യക്കുണ്ടായി. പുതിൻ വിചാരിച്ചതുപോലെ ഉക്രൈനെ പെട്ടെന്ന് കീഴടക്കാൻ കഴിഞ്ഞില്ല. കാരണം ഉക്രൈൻ്റെ ശക്തി കൊണ്ടൊന്നുമല്ല. അല്ല, യുക്രൈന് ആയുധങ്ങൾ കൊടുക്കാൻ അമേരിക്ക, യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഉണ്ട്. ഇവർക്ക് കൊടുക്കാൻ റഷ്യ, ഇറാനും ഇന്ത്യയും ഒക്കെയാണ്. അതെ. അപ്പോൾ അങ്ങനെ ഈ ഉക്രൈൻ മുന്നിൽ നിർത്തി യുദ്ധം നയിക്കുന്ന നാറ്റോ രാജ്യങ്ങളാണ്, അമേരിക്കയും നാറ്റോ രാജ്യങ്ങളും. അതുകൊണ്ടാണ് റഷ്യ ഇത്തിരി പിന്നാക്കം നിൽക്കുന്നത്. റഷ്യക്ക് ചില തിരിച്ചടി ഉണ്ടാകുന്നു. റഷ്യൻ ടാങ്കുകളൊക്കെ ലോകോത്തരം എന്ന് പറയുന്നു, അതൊക്കെ തകരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ റഷ്യ ഒരു ഇൻഫീരിയർ ആണെന്നൊരു തോന്നൽ എനിക്ക് തോന്നുന്നു ഇന്ത്യക്ക് പോലും ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ ആയുധങ്ങളിൽ ഒരു 60% റഷ്യനാണ്. അതുകൊണ്ട് തന്നെ ഈ വാറുണ്ടായതിനു ശേഷം വളരെ പെട്ടെന്ന് കഴിഞ്ഞ മാസം രാജ്നാഥ് സിംഗ് ഒരു 4 ദിവസത്തെ അമേരിക്കൻ സന്ദർശനത്തിൽ പോയിട്ട് അമേരിക്കയായിട്ട് കരാർ ഒപ്പിട്ടു. അപ്പോൾ അമേരിക്കൻ സാധനങ്ങളിലൂടെ നമുക്ക് വേണം. നമ്മൾ ഈ യുദ്ധം നടക്കുമ്പോൾ ഈ സാധനങ്ങളുടെ 2 കൂട്ടരുടെയും യന്ത്രങ്ങളുടെ യുദ്ധോപകരണങ്ങളുടെ പരീക്ഷണം കൂടിയാണല്ലോ നടക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ടത് അമേരിക്കയുടെ ആണെന്നൊരു തോന്നൽ പൊതുവിൽ വന്നിട്ടുണ്ട്. നമ്മളാണ് പ്രധാനപ്പെട്ട ഒരു ബയർ റഷ്യയുടെ. നമ്മളിപ്പോൾ അമേരിക്കയിലേക്ക് ഒരെണ്ണം ഈ ബ്രഹ്മോസില്ലേ, അതിന് സമാനമായ റഷ്യയുടെ ആണ്. പക്ഷേ അതുകൊണ്ട് അപ്പോൾ അങ്ങനെയല്ല, റഷ്യയും ഒരു ആയുധ വ്യാപാരിയാണ്. അവരുടെ ലോകത്തിലുള്ള ശാക്തേയമായ നിലപാട് ശാക്തിക നിലപാട് തുടരുകയും വേണം, ശാക്തേയമല്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അവർക്ക് പുതിയ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ട് റഷ്യ ഇത് ചെയ്തതും വരാം, അതെവിടെയെങ്കിലും പ്രയോഗിച്ചു എന്നും വരാം. ഒരുപക്ഷെ ഇതിൻ്റെ ആദ്യത്തെ പരീക്ഷണം ഉക്രൈനിലാകാതിരിക്കട്ടെ. അയ്യോ, ഈ വാർത്ത തന്നെ നടക്കുന്നതാണ്. കാരണം ഇത് വാർത്ത ഈ വലിയ ഡിഫൻസ് ജേർണലുകളിലൊക്കെ വന്നു. അങ്ങനെയാണ് നമ്മളിത് ഈ 2ാം ലോകമഹായുദ്ധം അവസാനിക്കുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ജപ്പാൻ ശരിക്കും തോൽവി സമ്മതിച്ചതാണ്. അതെ. എന്നിട്ടും തോൽവി സമ്മതിച്ചിട്ടും പോയി ഹിരോഷിമയിൽ ആഗസ്റ്റ് 9-നും 7-നും കൊണ്ട് അമേരിക്ക മനഃപൂർവ്വം ബോംബിട്ടു. കാരണം ഞങ്ങളാണ് ഇതിൻ്റെ യഥാർത്ഥ വിജയികളെന്ന് കാണിക്കാൻ വേണ്ടി തോൽവി സമ്മതിച്ച ജപ്പാൻ്റെ മേൽ ആണവവർഷം നടത്തുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ അമേരിക്കയിലെ സൈറ്റിൽ അത് വിജയിച്ചല്ലോ, സ്ഫോടനം. അത് മറ്റേ സിനിമയിലും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇത് പക്ഷെ ഫീൽഡിലും വിജയിക്കുന്നുണ്ടോ എന്ന് നോക്കിയതാണ്. അതെ, മാത്രമല്ല യുദ്ധത്തിൻ്റെ ചാമ്പ്യൻസും ഞങ്ങളാണെന്ന് വെറുതെയായത് എന്ന് പറയുന്ന പോലെ റഷ്യ ഒരു പരീക്ഷണം നടത്തുകയും ഉക്രൈൻ ഞങ്ങളെ കുറേ ഉപദ്രവിച്ച് വിഷമിച്ച് അവനെ അങ്ങ് ഫിനിഷ് ചെയ്യുന്നു. ഈ സാധനം ഞങ്ങളിലുണ്ട്, ഇനി ആര് ഉക്രൈനെ സപ്പോർട്ട് ചെയ്യാൻ വരും കാണട്ടെ എന്ന് നാറ്റോയ്ക്കുള്ളൊരു വെല്ലുവിളിയും കൂടെ ആകാൻ പുടിനൊക്കെ എന്തും ചെയ്യാൻ മടിയില്ലാത്ത ആളാണ്. ഒരു മടിയില്ല, ഭ്രാന്താണ്. പുള്ളിയുടെ ഒരു നിലനിൽപ്പ് ലോകത്തിലെ നമ്പർ 1 പൊസിഷൻ കാമിക്കുന്ന ഒരാളാണ് പുള്ളി. കാക്ഷിക്കുകയല്ല, കാമിക്കുകയാണ് അല്ലേ. ലോകത്തിലെ ഏറ്റവും നമ്പർ 1 ആകാൻ പുടിന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പരീക്ഷണം വിജയിക്കട്ടെ, പക്ഷേ അത് സമാധാനപരമായി ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഒരായുധമായി നമ്മൾ പറയുന്നതല്ല. നമ്മുടെ ആയുധങ്ങൾ സമാധാനത്തിന് വേണ്ടിയുള്ള അണവായുധങ്ങളല്ലേ നമ്മൾ പറയുന്നത്. അത് അത്രയേ ഉള്ളൂ. അതുപോലെ ആവട്ടെ എന്ന്. ഡുവൽ വ്യൂസ് ആണല്ലോ ഇതിന്. അതെ, ഇരട്ട ഉപയോഗമാണ്. റഷ്യ തോൽക്കണമെന്ന് നമുക്ക് ആഗ്രഹമില്ല. കാരണം നമ്മുടെ ഒരു ബന്ധുവാണ്. അമേരിക്കയെക്കാളും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്ന ബന്ധു റഷ്യയാണ്. എക്കാലത്തും അങ്ങനെയായിരുന്നു. അതുകൊണ്ട് റഷ്യ തോൽക്കാതിരിക്കട്ടെ, പക്ഷേ റഷ്യ ലോകത്തെ തോൽപ്പിക്കാതെയും ഇരിക്കട്ടെ. ഞാൻ നമ്മുടെ നയതന്ത്രത്തിൻ്റെ കൂടെയാണ്. റഷ്യയും ജയിക്കട്ടെ, ഉക്രൈനും ജയിക്കട്ടെ, അമേരിക്കയും ജയിക്കട്ടെ, ഇസ്രയേൽ ജയിച്ചുകൊണ്ടേയിരിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.